ഒത്തിരി വിദ്യാർത്ഥികൾ ഇപ്പോൾ എ സി മെക്കാനിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചിറങ്ങുന്നുണ്ടല്ലോ. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്തായിരിക്കും? ചേട്ടൻ ഈ ഫീൽഡുമായിട്ട് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ? ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2009 ITI കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയതാണ്. എന്നിട്ട് 2 വർഷം ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെക്നീഷ്യനായിട്ട് ജോയിൻ ചെയ്തത്. അതായത് ബ്ലൂ സ്റ്റാർ കമ്പനിയിലാണ് ഞാൻ മെയിനായിട്ട് ആദ്യം ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തത്. പിന്നെ അവിടെ നിന്നുള്ള എക്സ്പീരിയൻസും എല്ലാം കൊണ്ടും ഇപ്പോൾ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഗൾഫിലേക്ക് പോയി. ഗൾഫ് എക്സ്പീരിയൻസ് ഒരു 9 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടെ എല്ലാവിധ എസികളും ഉണ്ടായിരുന്നു, എല്ലാ ബ്രാൻഡുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് സെറ്റാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തായാലും ഒരു പേര് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നാട്ടിൽ വന്ന് ഇപ്പോൾ സെറ്റിലായി. ഒരു 6 വർഷത്തോളമായി ഇപ്പോൾ ഈ ഫീൽഡിൽ തന്നെ. ഇത് AC മാത്രമല്ല നമ്മൾ ചെയ്യണത്, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ്റെ ഒക്കെ വർക്കാണ് ചെയ്യണത്. അതേപോലെ തന്നെ ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ എത്ര വർക്കേഴ്സ് ഉണ്ട്? നിലവിൽ ഒരു 4 പേരാണ്. 2 ടീമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യണു, സ്പ്ലിറ്റായിട്ട്. പിന്നെ എൻ്റെ കൂടെ ഒരു പയ്യൻ സ്ഥിരമായിട്ടുണ്ട്. അവൻ ഒരു 2.5 വർഷത്തോളമായിട്ട് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ സ്മൂത്തായിട്ട് പോകണു. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു, അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം കൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റും? ഫസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈം പറയുക. അതാണ് ഈ ഫീൽഡിൽ മെയിനായിട്ട് വേണ്ടത്. ഇന്ന ടൈമിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ പറയും. അല്ലാതെ നമ്മൾ വെറുതെ ഇപ്പോൾ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് എത്താട്ടാ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ പറയണ പരിപാടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു ടൈം പറയും, ഇത്ര ടൈമിൽ എത്തും, നമുക്ക് ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്നുള്ളത് ചോദിക്കുക അവരുടെ അടുത്ത് കസ്റ്റമർ. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ ആ സമയത്ത് എത്തിയിരിക്കും. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ അവരോട് എന്താണെന്നുള്ളത് ചോദിക്കും. പിന്നെ എന്താ എമർജൻസി സിറ്റുവേഷൻ എന്നുള്ളത് ചോദിച്ചിട്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു 1/2 hour 1 hour മാക്സിമം അതിൻ്റെ ഉള്ളിൽ ചെന്ന് സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒത്തിരി വിദ്യാർത്ഥികൾ ഇപ്പോൾ AC മെക്കാനിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചിറങ്ങുന്നുണ്ടല്ലോ. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്തായിരിക്കും? അഡ്വൈസ് എന്ന് പറയാനുള്ളത് മെയിനായിട്ട് നമുക്ക് വർക്കിനോടുള്ള ഒരു ആത്മാർത്ഥത കാണിക്കണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് വീട്ടിൽ പോവാം അല്ലെങ്കിൽ കൊണ്ടുപോവാം എന്നുള്ള മൈൻഡിൽ ഒരിക്കലും ഈ ഫീൽഡിലേക്ക് വരാൻ പാടില്ല. നമ്മൾ ചെയ്യണ തൊഴിലിനോട് നമ്മൾ പക്ക 100% ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ ഫീൽഡിൽ നിലനിൽപ്പുള്ളൂ. നമുക്ക് പിന്നെയും വർക്കുകൾ ആ കണക്ഷൻ വഴി പുതിയ വർക്കുകൾ വരാൻ ചാൻസസ് കൂടുതൽ. അതാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഫീൽഡിൽ ഈ ഫീൽഡ് എന്നല്ല, മൊത്തത്തിൽ ടെക്നിക്കൽ ഫീൽഡിൽ വരുന്നവരൊക്കെ ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ ചെയ്യണ വർക്ക് മാക്സിമം 100% പക്കയാക്കി കൊടുക്കുക, എന്നിട്ട് അതിനുള്ള പൈസ വാങ്ങിയിട്ട് വീട്ടിൽ പോവുക. അതാണ് പുതിയതായിട്ട് വരുന്ന പിള്ളേരുടെ അടുത്തും പറയാനുള്ളത്. പഠിക്കണ വർക്ക് പക്കയാക്കുക, അതൊരു ആത്മാർത്ഥത്തോടുകൂടി ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ സക്സസ് ആവും, അത് ഉറപ്പാണ്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്, അത് ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. ശരി.